എൻ്റെ പൊന്നു ബ്രോ, ജർമ്മനിയിലെ നിയമങ്ങളും ജോലി സാധ്യതകളും അടിമുടി മാറിയിരിക്കുകയാണ്. നിങ്ങൾ 2026 അല്ലെങ്കിൽ 27 ജർമ്മനിയിലോട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് വർക്ക് വിസയിലോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ വന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിലെ ജീവിത സ്റ്റൈലോ അല്ലെങ്കിൽ ഇവിടുത്തെ ജോലി സാധ്യതകളെക്കുറിച്ചോ ഏത് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി രക്ഷപ്പെടും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കണം കേട്ടോ. നമ്മൾ ക്ലൗഡ് മല്ലു ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ചോദിക്കണം. പിന്നെ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ കൂടെ കൂടണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ പോയിൻ്റാണ് ഹൗസ് ബിൽഡിംഗ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഹൗസ് ബിൽഡിംഗ് എന്നൊക്കെ അറിയായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ ഒരു 3 വീട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു വീട്ടിലെ കൊച്ച് എന്താണെങ്കിലും ജർമ്മനിയിലോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ജർമ്മൻ പഠിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. സോ ഹൗസ് ബിൽഡിംഗ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണെങ്കിൽ അതൊരു ഡ്യുവൽ സ്റ്റഡി പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സ്റ്റഡീസ് ഉണ്ട്, അതിൻ്റെ കൂടെ തിയറി പാർട്ടും ഉണ്ട്. പ്രാക്ടിക്കലാണ് കൂടുതൽ, ഒരു 60% ഉണ്ട്. നിങ്ങളൊരു കമ്പനിയിൽ ഒരു ടെക്നിക്കൽ ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്പനിയിലായിരിക്കും ഈ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു ഫ്ലീഗ് അഥവാ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ആൾട്ടൺ ഹൈം അഥവാ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ ആയിരിക്കും നിങ്ങൾ ഈ 60% ഡ്യൂട്ടി ചെയ്യുന്നത്. കൂടാതെ 40% തിയറി പാർട്ട് നിങ്ങളൊരു സ്കൂളിൽ ഇവിടുത്തെ ഒരു സ്കൂളിൽ പോയി അവർ തന്നെ നമ്മുടെ ആരാണോ ഏത് കമ്പനിയിലാണോ അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണോ നമ്മൾ പഠിക്കുന്നത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കൂളിൽ പോയി നമ്മൾ 40% തിയറി പഠിക്കും. ഇതാണ് ഹൗസ് ബിൽഡിംഗ്. ഇതിൻ്റെ ഒത്തിരി ഫോർട്ടൈൽ അഥവാ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം 2025 പകുതിയോടുകൂടി കേരളത്തിൽ നിന്ന് എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്. എന്നോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന സെറ്റിലായ ആരോട് ചോദിച്ചാലും ഒരു ഹൗസ് ബിൽഡിംഗ് എടുക്കാനാണ് ആൾക്കാർ പറയുള്ളൂ. ഏത് സെക്ടറിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പഠിക്കാം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഹൗസ് ബിൽഡിങ്ങിന് ഇത്ര ഡിമാൻഡ്? ജർമ്മനിയിൽ ഇപ്പോൾ ബോട്ടിൽ നെക്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ നഴ്സിംഗ് അല്ലെങ്കിൽ IT സെക്ടർ, ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള എല്ലാ പ്രൊഫഷണലിലും സ്കിൽഡ് വർക്കേഴ്സിൻ്റെ നല്ല ഡിമാൻഡുണ്ട്. സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കമ്പനി എടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് സ്കിൽഡ് വർക്കറായി മാറ്റുന്ന ഒരു സംഗതിയല്ല. ഇപ്പോൾ ഇന്ന് ഹയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തൊട്ട് ഫുൾ സ്വിങ്ങിൽ ഫുൾ ഗേഡപ്പായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സിനെയാണ് ജർമ്മനിക്ക് ഇപ്പോൾ വേണ്ടത്. അങ്ങനെയുള്ളവരെ വാർത്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം പ്രാക്ടിക്കൽ സെഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജാണ് നമ്മൾ തിയറിയേക്കാളും കൂടുതൽ ഹൗസ് ബിൽഡിങ്ങിൽ അക്വയർ ചെയ്യുന്നത്. സോ അതുപോലുള്ള ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളത്. അതുകൊണ്ടാണ് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം മറ്റ് പ്രോഗ്രാമുകളെക്കാളും ഇപ്പോൾ കുറച്ച് ഷൈൻ ചെയ്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് ഇവിടുത്തെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം കേട്ടോ. ഒത്തിരി ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കണം. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ബാച്ചിലർ പ്രോഗ്രാം ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടുമെന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കയറി നോക്കണം കേട്ടോ. സോ ഇവിടുത്തെ ബാച്ചിലർ പ്രോഗ്രാം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നത് ഒരു ടെക്നിക്കൽ നമ്മുടെ നാട്ടിൽ ഒരു പോളിടെക്നിക്കൊക്കെ പഠിച്ചിട്ട് ഡയറക്റ്റ് ജോലിക്ക് കയറില്ലേ, അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷനാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്കൊരു അക്കാദമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഇതൊക്കെ പഠിച്ച് കുറച്ച് ഡിഗ്രികൾ എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ജോലിക്ക് പോകുള്ളൂ. എന്നിട്ട് ഏൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫാമിലീനെ ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം ഫിനാൻഷ്യലി നിങ്ങൾ സൗണ്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ ഒരു ബാച്ചിലർ പ്രോഗ്രാം എടുക്കാം കേട്ടോ. ബാച്ചിലർ പ്രോഗ്രാം എടുത്താൽ മാസ്റ്റേഴ്സിനേക്കാളും നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും. കൂടാതെ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മാസ്റ്റേഴ്സ് എടുക്കാം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തുകൊണ്ടാണ് മാസ്റ്റേഴ്സിനേക്കാളും ജോലി സാധ്യത കൂടുതലെന്ന് ചോദിച്ചാൽ, മാസ്റ്റേഴ്സ് എടുത്തവർക്ക് കമ്പനിക്ക് മിനിമം ഇത്ര യൂറോ പേ ചെയ്യണം. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ പുതിയ ആളെ എടുക്കുമ്പോൾ അത്രയും ബജറ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അവർ ബാച്ചിലേഴ്സ് കഴിഞ്ഞവരെ അവരെടുക്കുന്നത്. കഴിഞ്ഞ് നമ്മൾ ഒരു കമ്പനി കയറി 1 വർഷം അല്ലെ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയോട് ചോദിക്കാം, എനിക്കൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്കൊന്ന് ഫണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ വർക്ക് പെർസെൻറ്റേജ് കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ജോലി ഒരു പെർമനൻറ്റ് ജോലി കയ്യിൽ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ മാസ്റ്റേഴ്സ് പഠിക്കാം. ഇങ്ങനെയും ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം കേട്ടോ. മൂന്നാമത്തെ ഓപ്ഷനാണ് മാസ്റ്റർ പ്രോഗ്രാംസ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിൽ കമൻറ്റിലൂടെയും ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, ബ്രോ മാസ്റ്റേഴ്സ് പഠിക്കാൻ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ, എന്ത് മാസ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് ജോലി കിട്ടാനായിട്ട്? 2026 അല്ലെ 27 ജോലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള മാസ്റ്റർ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്? ഒത്തിരി പേരാണ് ചോദിച്ചത്. ജോലി ഗ്യാരണ്ടീഡ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഇതിനെക്കുറിച്ചുള്ള നല്ല മാസ്റ്റർ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ അടുത്ത് തന്നെ വരുന്നുണ്ട്, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ
നമ്മുടെ കൂടെ കൂടണം കേട്ടോ. നിങ്ങൾക്ക് നാട്ടിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ പഠിച്ച് ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാസ്റ്റർ പ്രോഗ്രാം നിങ്ങൾക്ക് എടുക്കാം. ഉറപ്പായിട്ടും ജോലി സാധ്യത 2026-ലും 27-ലും മാസ്റ്റേഴ്സിനുണ്ട്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന പ്രോഗ്രാം അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എടുക്കുന്നത്, ജർമ്മനിലുള്ളത്, നിങ്ങളുടെ ജർമ്മൻ പ്രൊഫഷൻസി, ഇതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 18 മാസത്തെ ഈ പറയുന്ന ജോബ് സീക്കർ വിസയും കൂടി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജർമ്മനി പറ്റിയില്ല, ജർമ്മൻ ലാംഗ്വേജ് കൊള്ളില്ല, ഇങ്ങനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങോട്ട് വരിക, അപ്പോൾ തിരിച്ചു പോകേണ്ടതായിട്ട് വരില്ല. മാസ്റ്റേഴ്സ് എടുത്ത് പഠിക്കുന്നത് ഹൗസ് ബിൽഡിങ്ങിനേക്കാളും ബാച്ചിലേഴ്സിനേക്കാളും നല്ലതാവാനുള്ള ഒരു കാരണമുണ്ട്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ ആൾക്കോ അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞ ആൾക്കോ കിട്ടുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കും കിട്ടുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ബ്ലൂ കാർഡ് അപ്പം തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ PR കിട്ടാനും കൂടാതെ സിറ്റിസൺഷിപ്പ് കിട്ടാനും ഒക്കെ ഉള്ള വകുപ്പുകളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട്. സോ ഇതാണ് മാസ്റ്റേഴ്സിനുള്ളത്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ജർമ്മൻ ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എല്ലാവർക്കും അറിയേണ്ട അടുത്ത ക്വസ്റ്റ്യനാണ്, എത്ര ഡ്യൂറേഷനാണ് ഈ 3 കോഴ്സുകൾക്കും ഉള്ളതെന്ന് കേട്ടോ. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എല്ലായിടത്തും ഏകദേശം ഒരു 2.5 വർഷം അല്ലെങ്കിൽ 3 വർഷം 3.5 വർഷം വരെയാണ് മാക്സിമം ഉള്ളത്. നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ 3 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ജോലി ചെയ്ത് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. പിന്നെ ടെക്നിക്കൽ ഹൗസ് ബിൽഡിംഗ്, IT ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച്, കാരണം നമ്മുടെ കൂടെ ഞാനൊരു IT ഇൻഫ്രാസ്ട്രക്ചർ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഒത്തിരി IT ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട്. ITO അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഓട്ടോമൊബൈലിൽ ഇങ്ങനെയൊക്കെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏകദേശം ഇതുപോലെ തന്നെ 2.5 അല്ലെങ്കിൽ 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് ആണുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 2200 മുതൽ 3300 യൂറോ വരെയാണ് കേട്ടോ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞവർക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. പിന്നെ ബാച്ചിലേഴ്സിന് ഡ്യൂറേഷനായിട്ട് വരുന്നത് 3 മുതൽ ഒരു 4 വർഷത്തോളം ഡ്യൂറേഷനായിട്ട് വരും കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇതിൻ്റെ ഇടയ്ക്ക് കോഴ്സ് മാറി വേറെ ഒരു കോഴ്സ് എടുത്തു. പിന്നെ തീസിസൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ഡിലേ വന്നു. അങ്ങനെ ഒരു 3 വർഷം എന്നുള്ളത് ഒരു 5 വർഷം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത കുട്ടികളെയും എനിക്കറിയാം കേട്ടോ. കൂടാതെ ജോലി നോക്കി ഇവിടെ നിൽക്കുന്ന കുട്ടികളെയും എനിക്കിപ്പോൾ ഒത്തിരി പേരെ അറിയാം. അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. പിന്നെ മാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഇതാണ് ഏറ്റവും കുറവ് ഡ്യൂറേഷൻ ഉള്ളത്. 2 വർഷം കൊണ്ട് നമുക്ക് തീരും. കൂടാതെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18 മാസം ജോലി നോക്കിക്കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഡ്യൂറേഷൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഹൗസ് ബിൽഡിംഗ് അല്ല, മാസ്റ്റേഴ്സ് തന്നെയാണ്. അടുത്തത് ഇവ 3നും ജർമ്മനിയിൽ പഠിക്കാൻ എന്ത് ചിലവാകും എന്നുള്ളത് കേട്ടോ. ഹൗസ് ബിൽഡിംഗ് പഠിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസയും വരില്ല. ആദ്യത്തെ ഒരു പ്രോസസ്സിങ്ങിനോ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനോ ഇതിനൊക്കെ ഉള്ള ഒരു പൈസ മാത്രമേ ഉള്ളൂ. അതും നിങ്ങൾക്ക് തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏജൻസികൾ 3.5 ലക്ഷം 4 ലക്ഷം ഒക്കെ മേടിച്ചിട്ടാണ് ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് ഒരു ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ ഒരു സീറ്റ് എടുത്ത് കൊടുക്കുന്നത്. ഉറപ്പായിട്ടും കൊടുക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യണം. വീഡിയോ മുകളിലുണ്ട്, ലിങ്ക് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. സോ ഇനി ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 900 യൂറോ മുതൽ നിങ്ങൾക്കൊരു 1100 1150 യൂറോ വരെ മാസം നിങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് കിട്ടും കേട്ടോ. നാട്ടിലൊരു 1.25 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് മാസം കിട്ടും. വേറെ ഓരോ സെക്ടറിനനുസരിച്ച് മാറും. എന്നാലും ഏകദേശം ഒരു 1 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് കിട്ടും. ബാച്ചിലേഴ്സ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോവാം. ഇനി പാർട്ട് ടൈം ജോലിക്കൊന്നും പോയില്ല, നിങ്ങളൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 700 മുതൽ 900 യൂറോയോളം നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് ചിലവുണ്ടായിരിക്കും. താമസവും നിങ്ങളുടെ ട്യൂഷൻ ഫീസും എല്ലാം കൂടി ചേർത്തിട്ട്. പക്ഷേ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലല്ല, നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത്. കൂടാതെ നിങ്ങൾ പാർട്ട് ടൈം ജോലിക്കും പോകുന്നുണ്ടെങ്കിൽ 1 രൂപ പോലും ചിലവില്ലാണ്ട് നിങ്ങൾക്ക് അവിടെയും ബാച്ചിലേഴ്സും പഠിക്കാവുന്നതാണ്. ഇനി മാസ്റ്റേഴ്സിൻ്റെ കേസിലും നിങ്ങൾ പഠിക്കുന്നതിനുള്ള ചിലവ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ചിലവ് ഏകദേശം ബാച്ചിലേഴ്സിനെ പോലെ തന്നെയാണ്. ഒരു 750 മുതൽ 900 950 യൂറോ വരെ മാസമാണ് ചിലവ് വരുന്നത്. പക്ഷേ ഇവിടെയും നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യാം. നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാണെങ്കിലും ഫ്രീ ആയിരിക്കും. ഇത് നോക്കേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ മാസ്റ്റേഴ്സിന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ജോബ് സീക്കർ വിസ അഥവാ ഓപ്പർച്യൂണിറ്റി കാർഡ് 18 മാസമില്ലേ, ആ സമയത്ത് നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര ലിമിറ്റ്, അതിന് മുമ്പ് ആഴ്ചയിൽ 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇല്ല, ഫുൾ ടൈം ജോലി ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ലോൺ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ കൂടി ആ ലോൺ കവർ ചെയ്യാനുള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടും. ഈ 3 കോഴ്സുകളുടെയും പോസിറ്റീവ് വശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നെഗറ്റീവ് വശങ്ങൾ പറയാം കേട്ടോ. ഹൗസ് ബിൽഡിങ്ങിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് കയറുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അതിന് വളരാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്.
നിങ്ങളൊരു 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷമോ സെയിം ജോലി ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി ഉണ്ടല്ലോ, അത് മാക്സിമം ഒരു ലിമിറ്റ് വരെ, ഒരു ഗ്രൻസ് വരെയാണ് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു വൈറ്റർ ബിൽഡും അഥവാ ഒരു ഡിഗ്രി എടുക്കുകയോ അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒന്ന് പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉയർച്ച നിങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ മാസ്റ്റേഴ്സിനെയും ബാച്ചിലേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർച്ച കുറവായിരിക്കും ഹൗസ് ബിൽഡിങ്ങിന്. ഇനി മാസ്റ്റേഴ്സിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പം നാട്ടിലെ പല ഏജൻസികളും കുട്ടികളുടെ അടുത്ത് പറയുന്നതാണ്, ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാമുണ്ട്, ജർമ്മൻ പോലും പഠിക്കേണ്ട, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. ഒരു കാരണവശാലും പോകരുത്. ഇങ്ങനെ പറയണവരെ മടൽ വെട്ടി അടിക്കണം. കാരണം ജർമ്മനിലുള്ള പ്രോഗ്രാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോവാതെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജർമ്മനിലുള്ള ഒരു പ്രോഗ്രാം എടുത്ത് ഇവിടെ പഠിക്കുവാണെങ്കിൽ അത് ഇനി മാസ്റ്റേഴ്സ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇല്ലാണ്ട് ഇവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീനെ കുറ്റം പറഞ്ഞിട്ടോ ജർമ്മനീനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോകളുണ്ട്, ഒന്ന് കയറി നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അടുത്ത പോയിൻ്റാണ് ഈ മൂന്നിനും എങ്ങനെ അഡ്മിഷൻ കിട്ടും, ഏത് ലെവലിൽ ജർമ്മൻ വേണമെന്നുള്ളത് കേട്ടോ. ഏറ്റവും അഡ്മിഷൻ കിട്ടാൻ എളുപ്പത്തിലുള്ളതെന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സാണ്. പക്ഷേ ജോലി കിട്ടാൻ പാടുള്ളത് മാസ്റ്റേഴ്സാണ്. പക്ഷേ ഏറ്റവും പാടുള്ളത് കമ്പാരിറ്റീവ്ലി ബാച്ചിലേഴ്സിനാണ്. പിന്നെ ഹൗസ് ബിൽഡിങ്ങിനെ കിട്ടാനായിട്ട് ജർമ്മൻ പ്രൊഫഷൻസി കൂടുതൽ വേണം. അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹൗസ് ബിൽഡിങ്ങിനാണ് കേട്ടോ. മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിനും ജർമ്മനിലുള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ അവർ ചിലപ്പോൾ B1 അല്ലെങ്കിൽ B2 ലെവൽ ജർമ്മൻ വേണമെന്ന് പറയും. പക്ഷേ ഹൗസ് ബിൽഡിംഗ്, ഏത് ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് മിനിമം B1 ലെവൽ ജർമ്മൻ വേണം. B2 വേണം എന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ മിനിമം B1 ലെവൽ ജർമ്മൻ വേണം നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാനായിട്ട്, ഹൗസ് ബിൽഡിംഗ് വിസ കിട്ടാനായിട്ടോ. പിന്നെ മാസ്റ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ B2 ഉണ്ടെങ്കിൽ നല്ലതാണ്. ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് 13 വർഷത്തെ സ്കൂളിംഗ് വേണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്റ്റുഡൻറ്റ് കൊളീഗ് ഇതൊക്കെ ചെയ്യണം ഇവിടെ. അതിനൊക്കെ നല്ല ചിലവാണ്. അതിന് പകരം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നാട്ടിലൊരു ഡിഗ്രി കോഴ്സ് എടുത്തിട്ട് 1 വർഷം കൂടി എടുക്കുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുക. 1 വർഷം ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അത് കാണിക്കുവാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ചിലവ് ചുരുക്കത്തിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 കാര്യങ്ങൾക്കും നിങ്ങൾക്കിവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ ആ പ്രോസസ്സ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അപ്പോൾ ചുരുക്കി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ആരുടെയും ഒരു പൈസ പോലും മേടിക്കാതെ പെട്ടെന്ന് തന്നെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ 2026 അല്ലെങ്കിൽ 27 നിങ്ങൾ മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ എടുക്കണ്ട, ഹൗസ് ബിൽഡിംഗ് മാത്രം എടുത്താൽ മതി. അതിൽ തന്നെ നല്ല പ്രൊഫഷൻസ് നോക്കി ഹൗസ് ബിൽഡിംഗ് എടുക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 1100 യൂറോ വെച്ച് നിങ്ങൾക്ക് കിട്ടും. കൂടാതെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അല്ല, നിങ്ങൾക്ക് ഒരു അക്കാദമിക് ലെവലിലോട്ട് വേണം, നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നാട്ടിലൊരു ഡിഗ്രിക്ക് ചേർന്നിട്ട് 1 വർഷം ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് വരാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രോഗ്രാം, ഒരു AI-യിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മെഷീൻ ലേണിങ്ങിലോ ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു പ്രോഗ്രാം എടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കാം. ഇല്ല, നിങ്ങൾ നാട്ടിലൊരു ജോലി ചെയ്യുവാണ് അല്ലെങ്കിൽ നാട്ടിൽ ഓൾറെഡി ബാച്ചിലേഴ്സ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനാണെങ്കിൽ അപ്പോഴും നിങ്ങൾ നോക്കുക നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ B2 വരെ ജർമ്മൻ പഠിച്ചതിന് ശേഷം ജർമ്മനിലുള്ള ഒരു മാസ്റ്റർ പ്രോഗ്രാം ഇവിടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ലോണും കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. സോ ഈ വീഡിയോ നന്നായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ഏജൻസികളുടെ വാക്ക് കേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ മറ്റ് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ കൂടെ കൂടുക. ഇതുപോലുള്ളൊരു യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഒത്തിരി വീഡിയോയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. ക്ലൗഡ് മല്ലു സൈനിങ് ഓഫ്. ബൈ ബൈ.